നമസ്കാരം, എല്ലാവർക്കും ട്രാവോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. +2 ശേഷം BSc നഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് എക്സ്ക്ലൂസീവ്ലി നിങ്ങൾക്കുള്ളതാണ്. പലർക്കും അറിയാവുന്നതുപോലെ കർണാടകയിൽ BSc നഴ്സിംഗ് ചെയ്യണമെങ്കിൽ കർണാടക ഗവൺമെന്റ് നടത്തുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റിന് CET എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻസ് നടക്കാറുള്ളത്. BSc നഴ്സിംഗ് കോമൺ എൻട്രൻസ് എക്സാമിനെ ബേസ് ചെയ്തിട്ട് നടത്തണം എന്നുള്ളത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ INC-യുടെ ഒരു സർക്കുലർ എല്ലാ വർഷവും വരാറുണ്ട്. അത് പല സ്റ്റേറ്റുകളും കമ്പൽസറി ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ പോലും കഴിഞ്ഞ 2 വർഷമായിട്ട് കർണാടക ഗവൺമെന്റ് അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ കർണാടകയിൽ BSc നഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ കർണാടക ഗവൺമെന്റ് നടത്തുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ്, അതായത് CET എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ് അവിടുത്തെ അഡ്മിഷൻസ് കംപ്ലീറ്റ് നടത്താറുള്ളത്. അതുകൊണ്ട് തന്നെ കർണാടകയിൽ BSc നഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ CET എക്സാം എഴുതുക എന്നുള്ളത് കമ്പൽസറി ആണ്. ഒരു കാരണവശാലും മിസ് ചെയ്യാതെ CET എക്സാമിന് വേണ്ടിയിട്ട് അപ്ലിക്കേഷൻസ് കൊടുക്കണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കർണാടക എക്സാമിനേഷൻ അതോറിറ്റി KEA ഈ വർഷത്തെ CET എക്സാമിന്റെ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഓൺലൈൻ വഴിയാണ് നിങ്ങൾ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ജാനുവരി 23-ാം തീയതി മുതൽ ഓൺലൈൻ അപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആവും. ഫെബ്രുവരി 21 വരെയാണ് നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കാനുള്ള സമയപരിധി നിശ്ചയിച്ചിട്ടുള്ളത്. ഈ വർഷം മാർച്ച് മാസം +2 എക്സാം എഴുതുന്ന മുഴുവൻ വിദ്യാർത്ഥികൾ, അതായത് +2 ശേഷം BSc നഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും കർണാടകയുടെ CET എക്സാമിന്റെ രജിസ്ട്രേഷൻ മിസ്സാവാതെ ഓൺലൈൻ അപ്ലിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഈ സ്ക്രീനിൽ എഴുതി കാണിച്ചിരിക്കുന്ന kea.kr.nic.in എന്ന KEAയുടെ വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ഏപ്രിൽ മാസത്തിലാണ് എക്സാം നടക്കുക. ഏപ്രിൽ 16, 17, 18 തീയതികളിലാണ് എക്സാമിനേഷൻ നടക്കുക. എക്സാം സെന്റേഴ്സ് കർണാടകയിലെ മൈസൂർ, മംഗലാപുരം, ബാംഗ്ലൂർ തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊക്കെ എക്സാമിനേഷൻ സെന്റർ ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള സ്ഥലം എവിടെയാണ് എന്ന് നോക്കിയിട്ട്, യാത്രാ സൗകര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. മൈസൂരോ, മംഗലാപുരോ, ബാംഗ്ലൂരോ എവിടെയാണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് എക്സാമിനേഷൻ സെന്റേഴ്സ് ചൂസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ബാംഗ്ലൂരാണ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് എക്സാമിനേഷൻ എഴുതാൻ മൈസൂരോ, മംഗലാപുരോ എവിടെ വേണമെങ്കിലും, കർണാടകയിലെ ഏത് സ്ഥലം വേണമെങ്കിലും നിങ്ങളുടെ സൗകര്യാർത്ഥം തിരഞ്ഞെടുക്കാൻ കഴിയും. അതൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ആപ്ലിക്കേഷനിൽ കൊടുക്കാനും കഴിയും. അപ്പം ഈ വർഷം +2 ശേഷം BSc നഴ്സിംഗ് കർണാടകയിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം KEAയുടെ എക്സാം എഴുതിയിട്ടില്ല എന്നതിന്റെ പേരിൽ ഏറ്റവും മികച്ച കോളേജുകളിലൊക്കെ അഡ്മിഷൻ എടുക്കാനുള്ള സൗകര്യം നഷ്ടപ്പെടാറുണ്ട്. അപ്പൊ ഈ വർഷം അത് നഷ്ടപ്പെടുത്താതിരിക്കുക. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ എക്സാമിനേഷനെ കുറിച്ച് അറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ വീഡിയോ കാണുന്ന മുഴുവൻ കൂട്ടുകാരും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പുകളിലൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. +2 ശേഷം BSc നഴ്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു കാരണവശാലും ഈ ഒരു അവസരം നഷ്ടപ്പെടുത്താതിരിക്കുക. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ടുള്ളത്. കൂടാതെ +2 ശേഷം BSc നഴ്സിംഗ് കൂടാതെ BCA, BBA, BCom തുടങ്ങിയിട്ടുള്ള UG കോഴ്സുകൾ നോക്കുന്നവരാണ് നിങ്ങളെങ്കിലും ബാംഗ്ലൂരിലെ മികച്ച അല്ലെങ്കിൽ കർണാടകയിലെ മികച്ച കോളേജുകളൊക്കെ വളരെ നേരത്തെ തന്നെ അടുത്ത വർഷത്തേക്കുള്ള പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതായത് +2 എക്സാം നിങ്ങൾ മാർച്ചിൽ എഴുതുന്നതിന് മുമ്പായിട്ട് തന്നെ ഡിസംബർ, ജനുവരി മാസങ്ങളിൽ തന്നെ അടുത്ത വർഷത്തേക്കുള്ള കോഴ്സുകൾക്കുള്ള പ്രീ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പം നേരത്തെ തന്നെ പ്രീ ബുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഏറ്റവും മികച്ച കോളേജുകളിലൊക്കെ സീറ്റുകൾ കിട്ടാത്ത ഒരു ബുദ്ധിമുട്ടും പിന്നീട് ഉണ്ടാവാറുണ്ട്. അപ്പം ഹയർ സ്റ്റഡീസ് ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ നോക്കുന്നവരാണ് നിങ്ങൾ. കോഴ്സുകൾ ഏതും ആവട്ടെ പ്രീ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടും അത്തരം കോഴ്സുകൾക്ക് ഏറ്റവും മികച്ച കോളേജുകൾ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടും വളരെ പെട്ടെന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്തോളൂ. എൻ്റെ നമ്പർ ടാഗ് ലൈനിൽ കൊടുക്കുന്നുണ്ട്, ഒപ്പം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളൊരു ഗാർഡിയനായിട്ട് കൂടെ ഉണ്ടാവും. അപ്പം പുതിയൊരു എപ്പിസോഡിൽ മറ്റൊരു കോളേജിന്റെ വിശേഷങ്ങളുമായിട്ട് അല്ലെങ്കിൽ അഡ്മിഷന്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ദിസ് ഇസ് മനാഫ് സൈനിങ് ഓഫ്. താങ്ക് യു.